രാജ്യം ആ നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ MP-മാരും സജ്ജരാകാൻ ഇപ്പോഴിതാ പറഞ്ഞിരിക്കുകയാണ്. പ്രധാനമായിട്ടും കോൺഗ്രസ് ആണ് എല്ലാ MP-മാരോടും സജ്ജരാകാൻ പറഞ്ഞിരിക്കുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച ഓഗസ്റ്റ് 10, 11, 12 തീയതികൾ, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ തീയതികളിൽ എല്ലാ MP-മാരും രാവിലെ 11 മണി മുതൽ സഭയിൽ ഉണ്ടായിരിക്കണം. രാജ്യത്ത് എന്തോ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ് എന്നാണ് കോൺഗ്രസ് MP-മാർ പറയുന്നത്. അത് തന്നെയാണ്, അതായത് അമിത്ഷാ ഇതാ ലോക്സഭയിൽ എത്താൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ലോക്സഭയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് വെള്ളിയാഴ്ച തന്റെ എല്ലാ ലോക്സഭാ MP-മാർക്കും 3 വരി വിപ്പാണ് നൽകിയിരിക്കുന്നത്. എല്ലാ MP-മാരും തിങ്കൾ മുതൽ ബുധനാഴ്ച വരെ 10, 11, 12 തീയതികളിൽ രാവിലെ 11 മണി മുതൽ സഭയിൽ ഹാജരാകണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യും. ഇതോടൊപ്പം ഒരു സാഹചര്യത്തിലും അവരുടെ അസാന്നിധ്യം അംഗീകരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് NDA MP-മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ ഭരണകക്ഷിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ എല്ലാ MP-മാരോടും തിങ്കളാഴ്ച 2026 ഓഗസ്റ്റ് 10 മുതൽ ദേശീയ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ തുടരാൻ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നിരുന്നാലും ഇക്കാര്യത്തിൽ അവർക്ക് ഒരു വിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നു. എന്തായാലും എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? രാജ്യത്ത് എന്തോ സുപ്രധാനമായിട്ടുള്ള കാര്യം സംഭവിക്കാൻ പോകുന്നു. അത് FCRA ആണോ എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.